നമ്മുടെ ഈ കൊഴുക്കട്ടയിലെ ഈ കൊഴുക്കട്ട എനിക്ക് വെറും ഒരു പലഹാരം അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ മാത്രമായിരുന്നു ഒരു മാസത്തിന് മുന്നേ വരെ. അപ്പോഴാണ് ഈ കൊഴുക്കട്ട ശനി എന്ന് കേൾക്കുന്നത്. അങ്ങനെ കൊഴുക്കട്ട കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ശനി തന്നെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ബിക്കോസ് ഈ കൊഴുക്കട്ട ശനി കൂടുതൽ ആഘോഷിക്കുന്നത് തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലുള്ളവരാണ്. ഈ ഇടുക്കി, കോട്ടയം, കണ്ണൂരൊക്കെ താമസിക്കുന്ന ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഇതെന്നതായി സംഭവം എന്നറിയാൻ വേണ്ടി യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കൊഴുക്കട്ട ശനി എന്ന് പറഞ്ഞ് കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോയും അത് കഴിക്കുന്ന വീഡിയോ ഒക്കെ കണ്ടു. പക്ഷെ കൊഴുക്കട്ട ശനി എന്താണെന്ന് മാത്രം ആരും പറഞ്ഞു തന്നില്ല. പിന്നെ അതിനെപ്പറ്റി ഒരു ചെറിയ റിസർച്ച് അങ്ങ് നടത്തി, അതായത് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കൊഴുക്കട്ട റെപ്രസെൻറ്റ്സ് ഈശോയെ എറിഞ്ഞ കല്ലുകളാണെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ഈശോയ്ക്ക് മറുത്തുണ്ടാക്കി കൊടുത്ത പലഹാരമാണോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, സീറോ മലബാർ ക്രിസ്ത്യാനികൾ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിക്കുന്നത് ഓശാന ഞായറാഴ്ചത്തെ തലേ ദിവസത്തെ ശനിയാഴ്ചയാണ്. അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കിക്കൊണ്ട് നിന്നാൽ പോലെ ഒരുങ്ങി നല്ല സുന്ദരി കുട്ടിയായിട്ട് പള്ളിയിൽ പോകണം. അപ്പോൾ ഇന്ന് ഓശാന ഞായറാഴ്ചയായിരുന്നു. ഓശാന ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി ഒരു 10-200 കൊഴുക്കട്ട അമ്മമാരെല്ലാവരും കൂടെ ഉണ്ടാക്കി എല്ലാവർക്കും ഇന്ന് കൊടുത്തു.